വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ജോസൂട്ടിയോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, അതായത് ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ US പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ തങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പോവുകയാണ്, ഇറാൻ സമ്മതിച്ചു മുതലായ കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതൊക്കെ വീണ്ടും ഒരു യുദ്ധത്തിലേക്കും അശാന്തിയിലേക്കും ഒക്കെയാണ് കടക്കുന്നത്. ഇന്നിപ്പോൾ അതേപോലെ തന്നെ US പറയുകയാണ്, ഇറാനെ ഞങ്ങൾ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോവുകയാണ്, ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ സമാധാന ഉടമ്പടി ഒപ്പുവെക്കാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ തെളിയുന്നുണ്ടെന്ന് പറയുമ്പോഴും ഇറാൻ അത് സമ്മതിക്കുന്നില്ല. ശരിക്കും ഇപ്പോൾ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അത് US-നുണ്ട്. പക്ഷേ ഇറാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കും കൂടെ പറ്റുന്ന ഒരു കരാറിലേക്ക് എത്താൻ സാധിക്കാത്തത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എത്രമാത്രം ശരിയായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ അഭിപ്രായം പറയുക, വ്യക്തത വരുത്തുക തീർത്തും പ്രവചനാതീതമാണ്. എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ അക്രമങ്ങളും ഇതിന്റെ ഭാഗമായി വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഖൊമേനിയുമായി സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹവുമായി അതിന് ധാരണയിലെത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. എന്നാൽ ഇറാൻ പറഞ്ഞത് അങ്ങനെ തീർത്തും ഫൈനലായിട്ടുള്ള ഒന്നിലും തന്നെ എത്തിച്ചേർന്നിട്ടില്ല. അതിനാൽ യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയായിട്ടില്ല. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അമേരിക്കയുടെ ഈ പ്രസ്താവനയുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ യുദ്ധം തൽക്കാലം നിർത്തിവെച്ചു എന്ന് പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അത് തുടരുവാനാണ് സാധ്യത. കാരണം ഇറാൻ കൃത്യമായി ഇന്നലെ പറഞ്ഞിരുന്നു, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിലെ വലിയ അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾക്കെതിരെ തങ്ങൾ ആക്രമണം നടത്തുമെന്നും കൂടാതെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സംവിധാനങ്ങളെയും ആക്രമിക്കുമെന്നുള്ള ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ സഖ്യകക്ഷികളോ അമേരിക്കയോ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊരു സമാധാനത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അതുപോലെ തന്നെ ട്രംപ് ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു നയം എന്ന് പറയുന്നത് പെട്ടെന്നൊരു തിരിച്ചടിയിലൂടെ, പെട്ടെന്നൊരു ആക്രമണത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഒരിക്കലും ട്രംപ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലും അദ്ദേഹം പറയുണ്ടായി, എനിക്കിങ്ങനെ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ നയം എന്നുള്ളത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി ട്രംപ് ഇങ്ങനെ ആക്രമിക്കും, ഇല്ലാതാക്കും, തകർത്ത് കളയും എന്നൊക്കെ പറയുമ്പോഴും ഒരു നീണ്ട യുദ്ധത്തിന് പോകുന്നത് ട്രംപ് ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നയമല്ല. എന്നിരുന്നാലും ഇറാനെതിരെ അഭിമാനം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ടും തങ്ങളുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ടും കൂടിയായിരിക്കാം ഇത്തരത്തിൽ ഇടയ്ക്ക് ഭീഷണി മുടക്കുന്നതും ഇടയ്ക്ക് ആക്രമിക്കുന്നതും പിന്നീട് നിർത്തിവെക്കുന്നതും. അതേസമയം എങ്ങനെയെങ്കിലും തങ്ങളുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. അതുകൊണ്ട് അത്തരം കാരണങ്ങളാൽ ഇതൊരു സമാധാന ശ്രമം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം പറയുമ്പോഴും ഇറാൻ യുദ്ധത്തിലെ വ്യവസ്ഥകളെ കുറിച്ച് ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്തും വലിയ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അവിടുന്ന് വരെ പല റിപ്പോർട്ടുകളും കാണിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, ജീവഹാനി, അതുപോലെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇറാനിലെ ഇൻഫ്ലേഷൻ, അതുപോലെ സാമ്പത്തികമായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുവാനുള്ള ലഭ്യതക്കുറവ്, അതുപോലെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നേരിടുന്ന അക്രമങ്ങൾ, ഇതെല്ലാം ഇറാന്റെ ജനജീവിതം വലിയ ദുസ്സഹമാക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇറാന് യുദ്ധത്തിൽ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം ഇറാനും ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇതെല്ലാം പറയുമ്പോൾ ഇതിന് വിലങ്ങടിയായിട്ട് നിൽക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും വിശകലനം ചെയ്തിരിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ നിലപാടാണ്.
ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നേട്ടങ്ങൾ ഇറാനെ പരമാവധി ദുർബലമാക്കി നേടിയെടുക്കുക, ഇറാന്റെ നിഴൽ സംഘങ്ങളെ ദുർബലമാക്കുക, അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ട്രംപ് പറയുന്നുണ്ട് ഇസ്രായേലിനെ വരുതിയിൽ നിർത്തും, അവരോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരുമായി ധാരണയിൽ എത്തുന്നു. അതുകൊണ്ട് ഇതിലുള്ള ഏക പ്രതിസന്ധി ഇസ്രായേലിന്റെ നിലപാടാണ്. മറ്റൊരു യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ UAE-യുടെയും അതുപോലെ ഖത്തറിന്റെയും ഒക്കെ പ്രതിനിധികൾ ഇറാന്റെയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് പിന്നാമ്പുറത്ത്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ ഇരു കൂട്ടർക്കും അടിസ്ഥാനപരമായി താല്പര്യമില്ലാത്തത് കൊണ്ടും എന്നാൽ തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ ആവർത്തിച്ചുറപ്പിച്ച് വലിയ പ്രതികരണങ്ങളും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെല്ലാം മൊത്തത്തിൽ അവലോകനം ചെയ്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാതെ ഈ ഒരു ട്രംപിന്റെ പ്രസ്താവനയുടെ ഭാഗമായി വേണമെങ്കിൽ ഒരു സമാധാന കരാറിലേക്ക് താമസിയാതെ ഒരാഴ്ച എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.